ഇന്ന് പൊതുജനം കഴുതയല്ല സാർ ആദ്യം പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് കേരളം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം കഴിഞ്ഞ് വോട്ടെടുപ്പിന് സജ്ജമാണ് പോളിംഗ് ബൂത്തുകൾ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ, കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ്, പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംന എന്നിവർ ചേരുന്നു. ആദ്യം ഷഹദ് റഹ്മാനിലേക്ക്. ഷഹദ്, അവിടെ പോളിംഗ് ബൂത്തുകളെല്ലാം സജ്ജമായിട്ടുണ്ടോ? കോഴിക്കോട്ട് പ്രത്യേകിച്ച് ശ്രദ്ധയാകർഷിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, എന്തായാലും ഈ ജനം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ ഒരുക്കങ്ങളും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ബൂത്തായിട്ടുള്ള കോഴിക്കോട് കുറ്റിച്ചിറയിലാണ്. കുറ്റിച്ചിറയിൽ നമുക്കറിയാം, അതായത് യൂത്ത് ലീഗിന്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ UDF കരുത്തയായ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്ന ഇടം എന്ന രീതിയിൽ വലിയ ശ്രദ്ധ ഇതിനോടകം തന്നെ പിടിച്ചു പറ്റിയിട്ടുള്ള ഇടമാണ് കുറ്റിച്ചിറ വാർഡ്. അതുകൊണ്ട് തന്നെ കുറ്റിച്ചിറ വാർഡിലാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, നമ്മൾ ഈ പോളിംഗ് ബൂത്തിലാണുള്ളത്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഓരോ ഇടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെയൊക്കെയുള്ള ആളുകളൊക്കെ തന്നെ എല്ലാ തരത്തിലും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി നാളെ വോട്ടെടുപ്പ്, അതായത് ആദ്യ മോക്ക് പോളിംഗ് ആരംഭിക്കുക 6 മണിയോട് കൂടിയിട്ടായിരിക്കും. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ഇവരൊക്കെ സാധന സാമഗ്രികളും ഒക്കെയായി ഇവിടെ സ്കൂളുകളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവരുമായൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. ഇവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നത് 4 ബൂത്തുകളാണ്. ബൂത്തുകളിൽ ഒരുവിധ എല്ലാ പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്ര മോക്ക് പോളിംഗ് എത്ര മണിയോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പോളിംഗ് 7 മണിയാകുമ്പോൾ പോളിംഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. 6 മണിക്ക് മോക്ക് പോളിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇവിടെ ഇപ്പം എല്ലാം സജ്ജമാണ്. എല്ലാ രീതിയിലും എത്ര മണിയോട് കൂടി എത്തി ഇവിടെ? ഞങ്ങളൊരു 12 മണിയോട് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. പൂർണ്ണ സജ്ജ, വേറെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല? ഇല്ല, നിലവിൽ ഏതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. അപ്പം അങ്ങനെയാണ്. നിലവിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ലിസ്റ്റ് കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ സ്ഥാനാർത്ഥികളുടെ പേര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും ഒക്കെ ഓരോ പാർട്ടിയുടെയും CPMന്റെ സ്ഥാനാർത്ഥിയുടെയൊക്കെ ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളുടെ പേരും ലിസ്റ്റും ഒക്കെ ഇവിടെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കടുത്ത മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം BJPയും ഒപ്പം തന്നെ കോൺഗ്രസും ഒപ്പം തന്നെ CPMും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അതിൽ UDF ഇത്തവണ അധികാരത്തിലേറുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒപ്പം തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ CPM ആണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലനിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നില മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ BJP പിടിക്കുന്ന വോട്ടുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ BJP പിടിക്കുന്ന വോട്ടുകളെ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ ഇവിടുത്തെ ജയപരാജയങ്ങൾ എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം കഴിഞ്ഞ തവണ ഏകദേശം 22-23 വാർഡുകളിൽ BJP 2ാം സ്ഥാനത്തുള്ള പാർട്ടിയാണ് BJP. അപ്പോൾ ആ BJP പിടിക്കുന്ന വോട്ടുകൾ അത്രയും ഏത് മുന്നണിയുടേതാണ് എന്നുള്ളത് ഏവരും ആകാംക്ഷയോടെ നോക്കി കാണുകയാണ്. എന്തായാലും കടുത്ത മത്സരമാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുക. ഒപ്പം തന്നെ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും ഒക്കെ തന്നെ നടക്കുക. എന്തായാലും ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, കണ്ണൂരിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് കരുതുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശ്രദ്ധാകേന്ദ്രമാണ് കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷൻ എന്നത് മാത്രമല്ല, LDF നിരവധി സീറ്റുകളിൽ, പ്രത്യേകിച്ച് ആന്തൂരിൽ, മലപ്പട്ടം, കണ്ണപുരം ഈ പഞ്ചായത്തുകളിലൊക്കെ എതിരില്ലാത്ത ജയം നേരത്തെ പല വാർഡുകളിലും LDF പ്രത്യേകിച്ച് CPIM നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിന് പ്രത്യേക സവിശേഷത കൂടിയുണ്ട്. എങ്ങനെയാണ് കണ്ണൂരിലെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പറയുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്?
ദിലീപ് കുമാർ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ പലതരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്രദ്ധാകേന്ദ്രമാകാറുണ്ട്. അത് ഇത്തരത്തിൽ ഏകപക്ഷീയമായ വിജയങ്ങൾ, എതിരില്ലാത്ത വിജയങ്ങൾ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന ചില കശപിശകൾ, അതിനുശേഷം ഉണ്ടാകുന്ന സംഘർഷം എന്ന് തന്നെ പറയുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ അതൊക്കെയും ശ്രദ്ധാകേന്ദ്രമാകുന്ന അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരുപാട് നേതാക്കളുടെ ബാഹുല്യമുള്ള സ്ഥലമൊക്കെയാണ് കണ്ണൂർ ജില്ല. അപ്പോൾ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏതാണ്ടൊക്കെയും പൂർത്തിയാവുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ 47 സൗത്ത് ബസാർ കോർപ്പറേഷനിലെ 47-ാം സൗത്ത് ബസാർ ഡിവിഷനിലെ 1-ാം ബൂത്തിലാണ്. ഇത് ഗവൺമെന്റ് ടീച്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ ഒരു ബൂത്തുണ്ട്. ഇവിടെ തന്നെ തൊട്ടപ്പുറത്തെ കെട്ടിടത്തിലായി മറ്റൊരു ബൂത്ത് കൂടിയുണ്ട്. 3 സ്ഥാനാർത്ഥികളുടെ പേരും വിവരങ്ങളും മറ്റുമൊക്കെ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. അങ്ങനെ UDF-ഉം LDF-ഉം NDA-യും പ്രതീക്ഷ വെക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട ബൂത്ത്, തുടക്ക ബൂത്ത് കൂടിയാണിത്. രാവിലെ തന്നെ ഇവിടെ ഓഫീസർമാരൊക്കെ രാവിലെ തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു പോളിംഗ് സാമഗ്രികളൊക്കെയും കൈപ്പറ്റേണ്ട സ്ഥലം. അവിടെ നിന്ന് അവർ അത് കൈപ്പറ്റി തിരികെ വന്നു. ബൂത്തൊക്കെയും സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഏതാണ്ടൊക്കെ പ്രാഥമിക പണികളൊക്കെ അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ എത്ര ഒരുക്കിയാലും അങ്ങ് ഒരുക്കം തീരാത്തൊരു പ്രക്രിയ കൂടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഈ ഒരു മുന്നൊരുക്കം. കാരണം ഒരു അണുവിട എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഘട്ടത്തിൽ കൃത്യമായിട്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുമുണ്ട്. എന്തായാലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ വരുന്നു. മുന്നണികൾ അവസാനവട്ട വോട്ടുറപ്പിക്കലും സ്ലിപ്പ് വിതരണവും ഒക്കെ ആയി പോവുകയാണ്. ഏതെങ്കിലുമൊക്കെ സ്ലിപ്പുകൾ ഇപ്പോൾ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെയും വീടുകളിൽ എത്തിക്കുന്ന ഒരു തിരക്കിലാണ് പ്രധാനപ്പെട്ട പ്രവർത്തകരും, ഒപ്പം തന്നെ ചില സ്ഥാനാർത്ഥികളും. ചില പോക്കറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് രാത്രികളിൽ നടക്കുന്ന ഓപ്പറേഷനുകൾ, അവസാനവട്ട വോട്ട് തിരിക്കലുകൾ, ഏതെങ്കിലും തരത്തിൽ അനുകൂലമാക്കി എടുക്കാനുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി പയറ്റിയെടുത്തുകൊണ്ട് തങ്ങളുടെ ഭാഗത്തേക്ക് കൂടുതൽ വോട്ടുകൾ ചേർക്കുന്ന സമയം കൂടിയാണ്, പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥികളെയും ഒപ്പം തന്നെ പാർട്ടി നേതാക്കളെയും സംബന്ധിച്ച്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നു. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള ജില്ലയാണ് കണ്ണൂർ. അവിടെ 1025 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ആ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ ഒരു വലിയ സന്നാഹം, റൂട്ട് മാർച്ചൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ള വെബ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്കും ഒപ്പം തന്നെ എന്തിനധികം പറയണം, ഈ ബൂത്ത് ഏജന്റുമാർ, സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് പോലും സുരക്ഷ നൽകണമെന്ന് കോടതി വിധിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോലീസും നീങ്ങുകയാണ്. പ്രത്യേകമായി ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ശ്രദ്ധ പതിയുന്ന ജില്ല കൂടിയാണ് കണ്ണൂർ. അപ്പോൾ എന്തായാലും കേരളത്തിന്റെ പകുതി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. വിധി എഴുതുന്നതിനായി രാവിലെ 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക. ഇതിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 7 ജില്ലകളിലും പൂർത്തിയാക്കി കഴിഞ്ഞു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് നാളെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് വിധിയെഴുത്ത് നടത്തുന്നത്. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസും പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംനയുമാണ്. ഷംന പാലക്കാട്ട് വിവരങ്ങൾ നൽകാൻ ലൈനിലുണ്ട്. ഷംന, എന്തൊക്കെയാണ് പാലക്കാട് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അവിടെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് പിടിക്കാൻ, UDF-ന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയതൊക്കെ വിവാദമായിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതിനും സാക്ഷ്യം വഹിച്ചിരുന്നു. അങ്ങനെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗം ആകെ ഒരു കൂലങ്കഷമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ നാളെ? ദിലീപ് കുമാർ, ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ്. നിരവധി രാഷ്ട്രീയ ചർച്ചകൾ, ചൂടേറിയ ചില രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ്. എന്തായാലും പ്രധാനമായി UDF-നെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉയർന്ന ചില ആരോപണങ്ങൾ, അതേ തുടർന്നുണ്ടായ കേസുകൾ തന്നെയാണ്. UDF പ്രവർത്തകർക്ക് വേണ്ടി വളരെ സജീവമായാണ് MLA വോട്ട് പ്രചാരണത്തിനൊക്കെ വേണ്ടി വോട്ട് ചോദിച്ച് വീടുകൾ കയറി ഇറങ്ങിയത്. ഈ ഒരു ഘട്ടത്തിലൊക്കെ DCC നേതൃത്വമൊക്കെ പറഞ്ഞിരുന്നത് അതൊരു വെല്ലുവിളി ആകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൂടി അതൊരു തലവേദനയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും ഈ കോടതി ജാമ്യം നൽകിയതോടുകൂടി രാഹുൽ നാളെ തിരിച്ചെത്താനാണ് സാധ്യത. ഏകദേശം 13 ദിവസത്തോളമായി MLA ഒളിവിലാണ്. MLA നാളെ തിരിച്ചെത്തുമെന്ന ചില സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മാത്രവുമല്ല, നാളെ 24-ാമത്തെ വാർഡിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുള്ളത്. അത് ഉച്ചയോടുകൂടി തന്നെ MLA തിരിച്ചെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ BJPയെ സംബന്ധിച്ച്, കാരണം പാലക്കാട്ടെ നഗരസഭയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്
നടന്നത്. അതിൽ ഏറ്റവും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം BJP കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന ഒരു നഗരസഭ എന്ന ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ചയാണ് BJP ഇത്തവണ മുൻകൂട്ടി കാണുന്നത്. പക്ഷേ ആ സമയം തന്നെ BJPക്കുള്ളിലെ വിഭാഗീയതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും പാലക്കാട് ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. 24,33,390 വോട്ടർമാരാണ് നാളെ ജനവിധി രേഖപ്പെടുത്താൻ എത്തുന്നത്. 6000-ലധികം സ്ഥാനാർത്ഥികൾ ഉണ്ട് പാലക്കാട് ജില്ലയിൽ ഉടനീളം. അതിൽ തന്നെ നഗരസഭയിൽ മാത്രം പാലക്കാട് 7 നഗരസഭകളിലായി 700-ലധികം സ്ഥാനാർത്ഥികളുണ്ട്. എന്തായാലും ഈ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. അത് പൂർത്തിയായി എന്ന് തന്നെ പറയാം. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ഈ സാമഗ്രികളൊക്കെ വിതരണം ചെയ്തത്. എന്തായാലും നാളെ ജനവിധി തേടുന്ന 6000-ലധികം നാളെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുകയാണ്. 7 ജില്ലകളിൽ, അത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് നാളെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ജനവിധി. വിവരങ്ങൾ 24ന്റെ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്നാണ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.